എന്ന വീരസിംഹം ഏതോ ഒരു പട്ടണക്കാരൻ ചുടലയുടെ മുമ്പിൽ തോറ്റു തൊപ്പിട്ട് ഓടി. ആര് പറഞ്ഞു ഞാൻ ഓടിയെന്ന്? ആളുകൾ ഓടിച്ചപ്പോൾ ഞാൻ ഓടി. അതാർക്കും എപ്പോഴും പറ്റാവുന്നതാണ്. എനിക്കൊരവസരം കൂടി കിട്ടിയാൽ നീ പുളുത്തു. സത്യം പറയണ, നിന്റെ യഥാർത്ഥ പേരെന്താ? പറയാൻ. ഉസ്മാൻ. ഉസ്മാൻ കോയ. ബോംബെ നിനക്ക് എന്താണ് ജോലി? എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ ബാർബർ എന്നും പറയും. എടാ, ഒരൊറ്റ മുണ്ട് കൊടുത്ത് 8 മടി വെച്ച 18ാമത്തെ വയസ്സിൽ ഈ മാർത്താണ്ഡൻ ഈ ഗോദാപുരത്തെത്തിയത്. ഒരുപാട് അലഞ്ഞിട്ടുണ്ട്. ഒരു ചുവട് പോലും എനിക്ക് പതറിയിട്ടില്ല. കണ്ണൊന്ന് തെറ്റിയിരുന്നെങ്കിൽ ഈ കാണൊന്നും എനിക്ക് കിട്ടത്തില്ലായിരുന്നു. ഇന്ന് മാർത്താണ്ഡന് പണമുണ്ട്, പദവിയുണ്ട്, അന്തസ്സുണ്ട്, അഭിമാനമുണ്ട്. മനസ്സിലായോ? എടോ മേനോനെ, അവൻ യഥാർത്ഥ പട്ടണക്കാരൻ തന്നെയാണോ? ഒരു സംശയവും വേണ്ട. അവന്റെ തീറ്റയും കുടിയും താമസവും ഒക്കെ യശോദമ്മയുടെ വീട്ടിലെന്നാകട്ടെ. താനൊന്ന് ചത്താൻ പോയില്ലേ? ഇവിടെ കഴുത്തേത്ത് നടക്കുമ്പോഴെ ഒരു കള്ളയത്ത് അല്ലെ കീർക്കുഞ്ഞ്. പട്ടണക്കാരൻ മാർത്താണ്ഡനെ കൊല്ലുവോ? കൊല്ലുമെന്ന് എന്റെ ഒരു കണക്കൂട്ടില്. എന്നിട്ട് വേണം തളർന്നു കിടക്കുന്ന എന്റെ അപ്പനോട് പറയാൻ മാർത്താണ്ഡൻ ചത്തൂന്ന്. ചാകുന്നതിന് മുമ്പ് എന്റെ അപ്പൻ അത് കേൾക്കണം. നിന്റെ അപ്പ മാത്രമല്ലടാ, ഇവിടെ ഒരുപാട് പേര് അതും കാത്ത് ജീവിച്ചിരിപ്പുണ്ട്. പട്ടണക്കാരന് മാർത്താണ്ഡനെ കൊല്ലാൻ പറ്റുമോ? ആ ജോണിക്കുട്ടി എത്ര ഉശിരുള്ള ചെക്കനായിരുന്നു. കവലയിൽ വെച്ച് മാർത്താണ്ഡനെതിരെ 2 വർത്തമാനം പറഞ്ഞതുകൊണ്ടല്ലേ അവൻ 2 കാര്യമില്ലാണ്ട് ഏഴയണത്. ഇത്തവണ പട്ടണക്കാരൻ മാർത്താണ്ഡനെ തട്ടുവന്നത് ഉറപ്പാ. ഏതായാലും ഞമ്മള് പട്ടണക്കാരന്റെ കൂടെ. അവര് വരുന്നുണ്ട്. എന്തൊക്കെയുണ്ട്? അസ്സലാമലൈക്കും. എന്നാണ് കൊല്ലണത്? ആരെ? അല്ല, മാർത്താണ്ഡനെ എന്നാണ് കൊല്ലണേന്ന്. ഞങ്ങൾക്കൊക്കെ അത് കാണാനുള്ള കൊതികൊണ്ടാ. ഞങ്ങളെല്ലാവരും അത് കാത്തിരിക്കുക. ഇവിടെ ഉള്ളവരെ കൊണ്ടൊന്നും അത് സാധിക്കില്ല. എന്നാണ് കൊല്ലണത്? വരട്ടെ, പറഞ്ഞേക്കളെ. അതെ അതെ, ഇപ്പൊ എല്ലാവരും പോണം. ഉടനെ ഞങ്ങൾ മാർത്താണ്ഡനെ കൊന്നു തരുന്നതായിരിക്കും. പപ്പേട്ട, ബോഡി നമുക്ക് കഷ്ണങ്ങളാക്കി സൂട്ട്കേസിലാക്കിയാലോ?